ചെതൽ വിത്ത് കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ട് മുളപ്പിക്കണ കൂണ് കണ്ടിട്ടുണ്ടോ? അതാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ പറയണ അരിക്കൂണ് അല്ലെങ്കിൽ ഉപ്പൂണ് എന്നൊക്കെ പറയണ കൂണ്. കാര്യം ഭയങ്കര ചെറുതാണെങ്കിലും കറി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ ചാനലിൽ പല തരത്തിലുള്ള കൂണുകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. അരിക്കൂണ് അതിനകത്ത് മെയിനായിട്ട് ഇട്ടേക്കണ ഒരു കൂണാണ് കേട്ടോ. കമൻറ്റിൽ ആരും എൻ്റെ അടുത്ത് കൃഷി ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഇത് ചെതൽ കൊണ്ടുവന്നിട്ടാണല്ലോ വിത്ത് വെക്കണത്, പിന്നെ എങ്ങനെയത് കൃഷി ചെയ്യണമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഇങ്ങനെയാണ് അരിക്കൂണ് ഉണ്ടാവുന്നതിന് മുമ്പുള്ള സ്റ്റേജ്. ചെതൽ വിത്തെല്ലാം കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ കിടക്കും കേട്ടോ. അത് ഒരു ദിവസം മിനിമം എടുക്കും ഇത് മുളച്ചു വരാനായിട്ട്. ഇത് മുളച്ചു വന്നു കഴിയുമ്പോൾ കണ്ടോ, ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ കുനുകുനാന്നുണ്ടായി വരും. ഇത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. ആ പ്രദേശത്ത് എവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കൂണ് കാണാൻ പറ്റും. കാരണം ആ ഒരു സ്ഥലം മാത്രം വൈറ്റ് കളറിൽ ഇങ്ങനെ ഇരിക്കും. ഇത് കുഞ്ഞു കൂണായതുകൊണ്ട് നമുക്ക് നന്നാക്കാനായിട്ട് കുറച്ച് പാടാണ്. മണ്ണോട് കൂടി നമ്മൾ പറിക്കുകയാണെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയിട്ട് നമുക്ക് കണ്ടിച്ചളഞ്ഞാൽ മതി. അല്ലെങ്കിൽ അവിടെ തന്നെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടിച്ച് മുറിച്ച് എടുക്കുകയാണെങ്കിലും പെട്ടെന്ന് എളുപ്പമായിരിക്കും. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂൺ അത്രയ്ക്ക് വലുതായിട്ടില്ല. അതുകൊണ്ട് നമ്മൾ പറിച്ച് കൊണ്ടുപോയിട്ട് വീട്ടിൽ വെച്ചിട്ട് നന്നാക്കാനായിട്ടുള്ള പ്ലാനാണ്. കാരണം വീട്ടിൽ കൊണ്ടുവന്നിട്ട് കുറച്ച് നേരം വെക്കുമ്പോൾ ഈ കൂൺ ഇച്ചിരി കൂടെ വലുതായി കിട്ടും. ഒരുപാടായിട്ട് നമ്മൾ പറിക്കുകയാണെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മണ്ണിലാണ് അതിൻ്റെ പുഴു ഇരിക്കണത്. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും പുഴുവിനൊക്കെ വിശന്നു തുടങ്ങും. പുഴു വന്നു കഴിഞ്ഞിട്ട് ഈ കൂണ് മുഴുവൻ തിന്ന് തീർത്ത് നമുക്ക് കൊള്ളത്തില്ല കൂണ്. പറിച്ച ആ ഒരു കൂണ് വേസ്റ്റായി പോവേ. അതുകൊണ്ട് ഒരുപാട് മണ്ണില്ലാണ്ട് പറിക്കണയായിരിക്കും നല്ലത്. ഇവിടെ മമ്മി നന്നായിട്ട് പറിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് വീട്ടിൽ ചെന്നിട്ട് നല്ല പണിയുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് പറിച്ചെടുക്കാം. നമ്മളത് വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഏതായാലും നമ്മൾ നന്നാക്കിയിട്ടില്ല, കാരണം വീട്ടിൽ കൊണ്ടുവന്നിട്ട് കുറച്ചും കൂടെ നീളം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നന്നാക്കി എടുക്കാം കേട്ടോ. കുറച്ച് ടാസ്ക് ആണ്, കുത്തിയിരിക്കണം. നമുക്ക് ഈ ചക്കയൊക്കെ ഒരുക്കൂലേ, അതേ ഒരു ഫീലാണ് ഈ ഒരു കൂട് ഒരുക്കുമ്പോൾ എനിക്ക് കിട്ടണത്. കാരണം വീട്ടിലുള്ള എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് ഇത് ഒരുക്കണത്. അപ്പോഴാണ് പെട്ടെന്ന് തീരത്തുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ചാനലൊന്ന് സബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ശരി, ബൈ.